എല്ലാവർക്കും നമസ്കാരം. പിന്നീട് ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ ഇന്നൊരു സന്തോഷമാണ്. കാരണം ഞങ്ങൾ എല്ലാവരുടെ ഓണാഘോഷത്തിന് പോവുകയാണ്. ഇവിടെ അസോസിയേഷൻ ഒത്തിരി ഉണ്ട്, മലയാളി അസോസിയേഷനുകളുണ്ട് കേട്ടോ. ആ അസോസിയേഷനുകളൊക്കെ ഓണാഘോഷം ഇങ്ങനെ നടത്താറുമുണ്ട്. നമ്മളിന്ന് പോകുന്നത് മെൽബൺ MMF എന്ന് പറയും, അവർ നടത്തുന്നതാണ്. ആ മലയാളി അസോസിയേഷൻ നടത്തുന്ന ഓണാഘോഷത്തിനാണ് നമ്മൾ പോകുന്നത്. ഇന്ന് അവരുടെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് കുഞ്ചാക്കോ ബോബൻ. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ ഞങ്ങൾ കാണാം. അവിടെ സദ്യയുണ്ട്. അതിനെല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഒരുങ്ങി ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. ഇനി നമുക്ക് അവിടുത്തെ ഓണാഘോഷവും അവിടുത്തെ എന്തൊക്കെയാണ് പരിപാടികളൊന്നും എല്ലാം ഇന്നൊന്ന് കാണാം കേട്ടോ. എല്ലാവരും കൂടിക്കും കേട്ടോ. നമുക്കിതൊക്കെ കാഴ്ചകൾ കാണണ്ടേ. അങ്ങനെ ഞങ്ങൾ ഹോളിലെത്തിയ ഇത് സ്പ്രിംഗ് വെയിൽ ടൗൺ ഹാളാണ്. ഇത് നടത്തുന്നത് മെൽബൺ മലയാളി ഫെഡറേഷൻ എന്ന് പറയുന്ന മലയാളി അസോസിയേഷൻകാർ നടത്തുന്നതൊക്കെ എന്ത് ഭംഗിയാണ് അവിടെയൊക്കെ കാണാനെന്ന്. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള സ്ഥലത്തായി ടൗൺ ഹാൾ ഇരിക്കുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ സദ്യ, നമ്മൾ ടോക്കൺ അനുസരിച്ചാണ് ഞങ്ങൾ സദ്യയൊക്കെ കയറി ഇരുന്ന് സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെണ്ടമേളം തുടങ്ങി. ചെണ്ടമേളം ഇവിടെ കേൾക്കുമ്പോഴും മലയാളിയല്ലേ, നമുക്ക് എന്തൊരു സന്തോഷമല്ലേ. നമ്മുടെ നാട്ടിലെ ഒരു ഓർമ്മയാണ് ചെണ്ടമേളം കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുക. അങ്ങനെ ഞങ്ങൾ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. Thank you all. Now let me invite Mr. Pradeep Parthan, Secretary, for the welcome speech. വിളക്കം കൊടുത്തുന്ന സമയത്തെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരത്ഭുതവും തോന്നി. കാരണം നമ്മളിന്ന് മലയാളികൾക്കുള്ള ഒരു ഇതാണ് വിളക്ക് കൊടുത്തുമ്പോഴേ നോക്കിയെത്തും. കുഞ്ചാക്കോ ബോബൻ ചെയ്യുന്നത് കൃത്യമായിട്ട് കാണാം കേട്ടോ. വിളക്ക് കൊടുത്തി അദ്ദേഹത്തിൻ്റെ കയ്യേല് എണ്ണ പറ്റി ഉടൻ തന്നെ അത് തലയെ തൂക്കുക ചെയ്തത്. അത് നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ. വാക്കുകളും പക്ഷെ അതിനപ്പുറം എനിക്ക് പറയാനുള്ളത് ഓണം നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾ. അത് കഴിഞ്ഞപ്പം നല്ല തിരുവാതിരകളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരുവാതിരകളിയായിരുന്നു. നല്ല ഡാൻസ് പിള്ളേരുടെ. അതൊക്കെ ഇവിടുത്തെ തന്നെ ഡാൻസ് സ്കൂളിൽ പഠിക്കുന്നതാണ്. ഈ കേരള നൃത്തം അവതരിപ്പിച്ച അവരൊരു ഡാൻസ് സ്കൂളുകാരാണ്, ഇവിടുത്തെ ഒരു ഫേമസ് ഡാൻസ് സ്കൂളുകാരാണ്. അവര് സ്പോൺസറും കൂടെയാണ് ആ ഡാൻസ് സ്കൂളുകാരെ. അവരെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു ആ ഡാൻസൊക്കെ കാണാനായിട്ട്. നല്ല പ്രോഗ്രാമുകളല്ലേ, എല്ലാം നല്ല പ്രോഗ്രാം. കാരണം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് വീട്ടിൽ സദ്യ ഉണ്ടാക്കി ഊണ് കഴിക്കുന്നതെന്നല്ലാതെ ഇങ്ങനെ നമ്മൾ പുറത്തൊരു പരിപാടികൾക്കൊന്നും പോകുന്നില്ലല്ലോ. ഒരു ഓണം വന്നാലേ ഒന്നുമില്ല. ഇവിടെയൊക്കെയാണ് സത്യത്തിൽ വരുമ്പോഴാണ് ഓണം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടുത്തെ മെയിൻ സ്പോൺസറായ ഒരു കപ്പിളാണ്. അവർ ഡാൻസ് ചെയ്തായിരുന്നു. ഇവിടെ എല്ലാവരും തന്നെ പെർഫോം ചെയ്തത് എല്ലാം കുഞ്ചാക്കോ ബോബൻ്റെ സിനിമയിലെ പാട്ടുകളായിരുന്നു. അന്നേരം അവരുടെ പെർഫോമൻസ് നടന്നപ്പോൾ അദ്ദേഹം കൂടി എന്തൊരു കയ്യടിയും ബഹളമായിരുന്ന ആൾക്കാരെല്ലാം കൂടെ ആയിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ആ കപ്പിൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഒപ്പം കുഞ്ചാക്കോ ബോബനും ഡാൻസൊക്കെ ചെയ്തു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പരിപാടികളൊക്കെ ഇനി ഒത്തിരി പരിപാടികളുണ്ട് കേട്ടോ. ഇതിനി വൈകുന്നേരം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഡാൻസും ഒക്കെ കണ്ട് അപ്പോഴത്തേക്ക് കുട്ടികളൊക്കെ രണ്ടുപേരും മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർത്തു എന്നാൽ പോയേക്കാം. 4 മണിക്കൂറായില്ലേ, അപ്പം അങ്ങനെ ഞങ്ങൾ പോയേക്കാന്ന് ഓർത്തു. പുറത്തേക്ക് ഇറങ്ങിയപ്പം തണുത്ത കാറ്റ് കേട്ടോ. എനിക്ക് തണുപ്പ് അങ്ങനെ സഹിക്കാൻ പറ്റൂല. ഞാൻ അന്നേരം ജാക്കറ്റൊക്കെ എടുത്തിട്ടു. നല്ല തണുത്ത കാറ്റായിരുന്നു. ഒരു സന്ധ്യ 5 മണി ആറായി അത്. അപ്പം ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് പോയേക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. ഈ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നോക്കി ഈ സൈഡിൽ കാണുന്നത് ഇത് ലാവൻഡറാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലാവൻഡർ ഓയിൽ ഉണ്ടാക്കുന്ന ലാവൻഡർ ചെടിയാണത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ച് വീട്ടിലേക്ക് പോവുകയായി.